ഞാൻ എന്താ പറയണ്ടേ എന്ന് എനിക്കറിയില്ല ഈ ക്വസ്റ്റ്യന്. ബട്ട് ഓഫ് കോഴ്സ് എനിക്ക് വലിയ സന്തോഷമുണ്ട് യങ് ജനറേഷൻ ഈ പടത്തിലെ എൻ്റെ കഥാപാത്രത്തെ ഏറ്റെടുത്തതിൽ വന്നിട്ട്. അത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അനുഭവിച്ച ഒരു സന്തോഷം, ഒരു തലേ രാഗത്തിൽ. ആ സന്തോഷമാണ് ഞാനിപ്പോൾ ഇടുക്കി ഗോൾഡിലൂടെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ ചെന്നാലും ആ ഫോട്ടോഗ്രാഫർ രവി, ലെംലയച്ചൻ രവി ജനമനസ്സിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ ആഴത്തിലേക്ക് ഇറങ്ങിപ്പോയി. ആ കഥാപാത്രം അതിൻ്റെ ഡാൻസ് കൊണ്ട് മാത്രമല്ല, ഇപ്പോൾ ഒരുതരം രാഗത്തിലെ കഥാപാത്രം എന്ന് പറയുന്നത് എൻ്റെ വിറ്റി ഡയലോഗും എൻ്റെ ഡാൻസ് മാത്രമാണ് അതിനകത്ത് എനിക്കുണ്ടായിരുന്ന അത്രയ്ക്കും ഹിറ്റാക്കിയെങ്കിൽ, ഇതിനകത്ത് എൻ്റെ ക്ലൈമാക്സിലെ പെർഫോമൻസും കൂടി, ആ ഇമോഷണൽ പെർഫോമൻസും കൂടി എനിക്ക് ആഡഡ് ആയിട്ട് വന്നു. വിറ്റി ഡയലോഗ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഡാൻസിൻ്റെ ബിറ്റുണ്ട്, ഇമോഷണൽ പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഒരു ആക്ടറെ സംബന്ധിച്ചോളം വന്നിട്ട് ഇത്തരമൊരു കഥാപാത്രം കിട്ടുക എന്നുള്ളതാണ്. ഈ കഥാപാത്രത്തിന് അത്രയും നല്ല ഡയമെൻഷൻസ് ഉണ്ട്, ഒരു ക്യാരക്ടർ ആർക്കുണ്ട്. തുടക്കത്തിൽ എന്തായിരുന്ന ഒരു അനാർക്കിസ്റ്റായിരുന്ന രവി വന്നിട്ട് മാറുകയാണ് അവസാനം. അവൻ എന്തിനെ തേടി, എന്തിനു വേണ്ടി അവൻ ആഗ്രഹത്തോടുകൂടി ഇടുക്കി ചെന്നോ, അതല്ല ഇന്ന് അവൻ്റെ സ്വപ്നം വന്നിട്ട് അവൻ സൗഹാർദ്ദം എന്താണെന്നും സുഹൃത്ബന്ധത്തിൻ്റെ ലഹരിയെ തിരിച്ചറിഞ്ഞിട്ടുള്ള അവൻ്റെ ഒരു തിരിച്ചറിവിനോടുകൂടിയുള്ള ഒരു വരവാണ് അവൻ പിന്നീട് ഉണ്ടായിരിക്കണം. ദാറ്റ് ക്യാരക്ടർ അതിനെ ഇൻവോൾവ് ചെയ്ത് ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റിയെന്നുള്ളതാണ് എനിക്ക് സന്തോഷമുള്ളത്. എല്ലാ സുഹൃത്തുക്കളും, എൻ്റെ ഇൻഡസ്ട്രിയിലുള്ളവരും ലൈക്ക് അല്ലാത്തവരും, ഫ്രണ്ട്സായിട്ടുള്ളവരെല്ലാം എന്നെ വിളിച്ചിട്ട് എക്സൈറ്റ്മെൻറ്റിലൂടെയാണ്, അന്ന് തന്നെ അവർ എക്സൈറ്റഡാണ്. ആ പെർഫോമൻസിന് അവർ അത്രയ്ക്കധികം സ്വീകരിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ദ വർക്ക് ഓഫ് ആർട്ട് ഈസ് ആക്ച്വലി ഷുഡ് ബി അപ്രിഷിയേറ്റഡ്. വൺസ് ഇറ്റ് ഈസ് അപ്രിഷിയേറ്റഡ്, ആക്ച്വലി യു ഫീൽ ആക്ച്വലി ഓക്കെ, യു ആർ കമ്മ്യൂണിക്കേറ്റഡ്, യു കുഡ് അച്ചീവ് ദാറ്റ്. കമ്മ്യൂണിക്കേഷൻ ഈസ് ഇൻ ഫുൾഫിൽഡ്. ഞാൻ എന്നിലൂടെയാണ് ആ കഥാപാത്രത്തെ വന്നിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ഇപ്പോൾ എൻ്റെ പെർഫോമൻസ് ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ എന്നിലൂടെ ആ കഥാപാത്രം അവിടെ എത്തിയെന്നുള്ളതാണ് അവരുടെ മനസ്സിലേക്ക് വന്നിട്ടുള്ള. ഒരു സംവിധായകൻ അവരുടെ മനസ്സിൽ കണ്ടതിനെ തിരക്കഥാകത്ത് എഴുതിയ ആ കഥാപാത്രത്തെ നടനെന്ന എന്നിലൂടെ വന്നിട്ട് അത് പോർട്രേ ചെയ്യപ്പെട്ടിട്ട് ഒരു മീഡിയമായി മാറുകയാണ് ഞാനവിടെ. അങ്ങനെ ഞാനത് പ്രേക്ഷകരിലേക്ക് എത്തുകയാണ് ചെയ്തിരിക്കുന്നത്. വിനയ് എന്ന് പറഞ്ഞ സംവിധായകൻ, വെരി ടാലൻറ്റഡ് ഗായ് ആക്ച്വലി. ആ പടത്തിനകത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് വന്നിരിക്കുന്ന ചില അപാകതകൾ വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ ചൂണ്ടിക്കാട്ടായിരിക്കാം. പക്ഷെ എന്നിരുന്നാലും എനിക്ക് ആ ടീമിനെ ഭയങ്കര ഇഷ്ടമാണ്. കമ്പയർഡ് ടു ആഷിഖ് കപൂർ, ഈസ് മോർ മെച്യൂർഡ്, മോർ എക്സ്പീരിയൻസ്ഡ്. യു ഷുഡ് റിയലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. കാരണം രണ്ടും ഏകദേശം ഒരേ പോക്കിലേക്ക് പോകുന്നുവെങ്കിലും ഇവർ ആരംഭിച്ചിരിക്കുന്നു, ഇവർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ വ്യത്യാസം വന്നിട്ടുള്ളത്. അവരുടെയും ടീം വർക്ക് വന്നിട്ട് ഗംഭീരമാണ്. വിനയുടെ ടീമും ആഷിഖ് കപൂറിൻ്റെ വന്നിട്ടുള്ള അഫ്കോഴ്സ് ഇറ്റ് ഈസ് ഫാൻറ്റാസ്റ്റിക് അവരുടെ ടീം വർക്ക്. ഡിസ്കോ ഡഗ്ലസ് എന്ന് പറഞ്ഞ കഥാപാത്രത്തെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കഥാപാത്രമാണ്. രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, അതൊരു സ്റ്റൈലൈസ്ഡ് പെർഫോമൻസ് ചെയ്യാൻ കിട്ടിയ ഒരു സ്പേസുള്ള കഥാപാത്രമാണ്. ഇൻ ആക്ടിങ് യു ക്യാൻ ഫോളോ സ്റ്റൈലൈസ്ഡ് ഓർ റിയലിസ്റ്റിക് ഓർ നമ്മുടെ വന്നിട്ടുള്ള ലൈക്ക് രജനീകാന്തിൻ്റെ നമ്മുടെ പേഴ്സണാലിറ്റിയെ തന്നെ നമ്മൾ കൊണ്ടുവന്ന് അതിൽ കൊണ്ടുവരിക. സോ ഇൻ ഡിസ്കോ ഡഗ്ലസ് ഒരു സ്റ്റൈലൈസ്ഡാണ് ആക്ച്വലി. ഇറ്റ്സ് നോട്ട് എ നോർമൽ ക്യാരക്ടർ. ഒരു എക്സെൻട്രിക്കാണ്, അല്ലെങ്കിൽ ഇതുപോലത്തെ തന്നെ ഗിൽറ്റ് ഡ്രസ്സും പാൻസും ഒക്കെ ഇട്ടിട്ട് വന്നിട്ടുള്ള ആ ഒരു ഓൾഡ് വെൻറ്റേജ് ഡ്രസ്സ്, അതിനകത്ത് വന്ന് എപ്പോഴും വന്ന് ഡിസ്കോ ഡഗ്ലസ് എന്നുള്ള ഒരു പേര് എല്ലാം ചേർത്തിട്ട് പുള്ളി എപ്പോഴും ഡിസ്കോ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുക. ലൈക്ക് ഹീ തിങ്സ് ഈസ് എ ബിഗ് ഡോൺ ആൻഡ് എവറിത്തിങ്. അത് കഴിഞ്ഞിട്ട് നല്ലൊരു അടി കിട്ടുമ്പോഴത്തേക്കും അവൻ്റെ ടോട്ടൽ ഡിഫറെൻറ്റ് ക്യാരക്ടറായിട്ട് മാറുകയാണ്. സെക്കൻഡ് ഹാഫിൽ വന്നിട്ടുള്ളത് ഒരു കോമിക്കൽ ജസ്റ്റേഴ്സൊക്കെ വന്നിട്ടുള്ള ഒരു പെക്യൂലിയർ ക്യാരക്ടറായിട്ട് മാറുകയാണ്. അത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടറാണത്. വളരെ നന്നായിട്ട് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ആ സെക്കൻഡ് ടൈമിൽ ടൈമിങ് വന്നിട്ടുള്ളത്, അത്
പാളിപ്പോകുന്ന ഒരു ക്യാരക്ടറാണെങ്കിൽ പോലും വന്നിട്ടുള്ളത്. അതിനെ എവിടെ കറക്റ്റായിട്ട് നിർത്താൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ അടുത്ത് പലരും എൻ്റെ സുഹൃത്തുക്കൾ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതിലൊരു കോമിക്കൽ ജസ്റ്റസ് യൂസ് ചെയ്യാൻ പറ്റി. പക്ഷേ ഇടുക്കി ഗോൾഡിലേക്ക് ഞാൻ ആക്ട് ചെയ്യാൻ നേരത്തെ ഞാൻ റിയലിസ്റ്റിക്കിലേക്കാണ് വന്നിട്ട് മോർ റിയലിസ്റ്റിക്കായിട്ട് വളരെ നാച്ചുറലായിട്ട് ആ കഥാപാത്രമായിട്ട് നമ്മൾ അതിലേക്ക് മാറുകയാണ് ചെയ്തത്. സോ മേ ബി ഇത് എൻ്റെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സ്പീരിയൻസ് ലൈക്ക് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ടായതിനു ശേഷവും അല്ലാതെ എൻ്റെ ഫിലിം അക്കാഡമിക്കൽ പ്രവർത്തനത്തിലൂടെ നടന്നപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരുപാട് ഫോറിൻ വർക്ക്ഷോപ്പുകൾ അറ്റൻഡ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായതുകൊണ്ടായിരിക്കാം ഞാൻ എൻ്റെ ക്യാരക്ടറിനെ ഇങ്ങനെയെല്ലാം മോൾഡ് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം എന്നിൽ ജനിച്ചത്. ലൈക്ക് ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം ഇടുക്കി ഗോൾഡ്. നോട്ട് കോസ്റ്റ്യൂം എല്ലാം അത് എൻ്റെ ജോലിയല്ല, അത് അവർ വിഷനിലാണ്, ഇറ്റ് ഈസ് ദെയർ വിഷൻ. ബട്ട് ഇൻസൈഡ് ദാറ്റ് ആക്ച്വലി വിത്തിൻ ദ പാരാമീറ്റർ അതിനകത്ത് നിന്നുകൊണ്ട്, കാരണം എൻ്റെ ജോലി ആസ് ആൻ ആക്ടർ വന്നിട്ടുള്ളത്, കാരണം എന്നേക്കാളും മുമ്പ് അവരാണ് അത് വിഷൻ ചെയ്യുക. ഈ സിനിമ ടോട്ടാലിറ്റിയാണ് ഫിലിമിൻ്റെ ഇമ്പോർട്ടൻസ്, അല്ലാതെ ഒരു ക്യാരക്ടറല്ല. ഒരു ക്യാരക്ടർ മാത്രം നന്നായതുകൊണ്ട് കാര്യമില്ല, പടം ടോട്ടലി നന്നായിരിക്കണം. അപ്പോൾ ആ ടോട്ടാലിറ്റിയിൽ ഈ ക്യാരക്ടറിൻ്റെ സ്പേസ് എന്താണ് അത് അവർ വിഷൻ ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മൾ തിരിച്ചറിയണം. അവിടെ ഒരു ആക്ടർ അവൻ്റെ മനോധർമ്മത്തിന് യൂസ് ചെയ്യുക എന്നുള്ളതാണ്, അവൻ്റെ ഇൻപുട്ട് കൊടുക്കുക. ഞാൻ വിനയനോട് ചോദിച്ചു ഇത് അങ്ങനെ ചെയ്താൽ പോലെ എന്ന് ചോദിച്ചപ്പോൾ ഹി സെഡ് യെസ്. സോ ഐ ഫോളോഡ്. ഹിയർ ഐ സ്റ്റാർട്ടഡ് പ്ലേയിങ് ദിസ് റോൾ ആൻഡ് ഐ ആസ്ക്ഡ് ആഷി കപൂർ. ഹി സെഡ് ഫോളോ ദാറ്റ്. യെസ്. Then ഞാൻ keen on actually looking at the director, what he wants it. കാരണം അദ്ദേഹമാണ്, അവരായിരിക്കും അത് വിഷൻ ചെയ്തേക്കണം. ഞാൻ ഈ പടത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ മാസങ്ങളോളം അവർ പടം തയ്യാറാക്കുമ്പോൾ ആക്ച്വലി അവരുടെ വിഷനെ ഞാൻ മനസ്സിലാക്കാൻ പറ്റണം. മേ ബി ദിസ് എക്സ്പീരിയൻസ് എനിക്ക് എൻ്റെ അക്കാഡമിക്കൽ പ്രവർത്തനമായിരിക്കും എനിക്ക് അങ്ങനെയുള്ള ഒരു രീതിയിൽ ചിന്തിക്കാൻ സാധിച്ചത്. സോ ഐ എം സ്റ്റിൽ വെയിറ്റിംഗ് ആക്ച്വലി ടു ഗെറ്റ് മോർ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റോൾ, വളരെ ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉള്ള ഒരു റോള്. അപ്പോഴാണല്ലോ നമുക്ക് വന്നിട്ട് ഒരു ആക്ടറെ സംബന്ധിച്ചുള്ള ഒരു ചലഞ്ച് ഉണ്ടാവുക. ബേസിക്കലി ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന ഫ്രണ്ട്സായിരുന്നു. പ്രതാപത്തിന് ഞാനുമായിട്ട് നല്ലൊരു കെമിസ്ട്രി ഉണ്ട്. ഞാൻ പഠിക്കുമ്പോൾ തൊട്ട് എനിക്ക് പ്രതാപ് എൻ്റെ ഫ്രണ്ടാണ്. മണിയമ്പിള്ള എൻ്റെ സീനിയറായിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. ആൻഡ് ഞങ്ങൾ ഫ്രണ്ട്ലിയാണ്. എപ്പോഴും ഞങ്ങൾ കാണുമ്പോൾ തന്നെ സാധാരണ സമയത്ത് തന്നെ അവനെന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരിച്ചും തമാശയ്ക്ക് ചിരിച്ചങ്ങോട്ട് പറയാറുണ്ട്. വിജയരാഘവനുമായിട്ട് നല്ല ഫ്രണ്ടാണ്. മറ്റേ ബാബു ആന്യയായിട്ടായിരുന്നു. സോ ഞങ്ങളെല്ലാം വന്ന് ഒരുമിച്ച് കൂടാനായിട്ട് ഓരോരുത്തരായിട്ട് വന്നത്. ആദ്യം ഞാൻ മണിയമ്പിള്ളയായിട്ട് മീറ്റ് ചെയ്യുന്നതായിരുന്നു സീക്വൻസ് തുടങ്ങിയത് വന്നത്. അതിനൊരു പ്രോഗ്രഷൻ ഉണ്ടായിരുന്നു ആക്ച്വലി വന്നിട്ടില്ല. അത് സ്റ്റെപ്പ് ബൈ ആയിരുന്നു ഞങ്ങളിലേക്ക് വന്നിരുന്നത്. സോ ദാറ്റ് പെർട്ടിക്കുലർ ഡേ തന്നെ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ വന്ന് പ്രതാപോത്തൻ ലാൻഡ് ചെയ്തു. സോ ഭയങ്കര ചിരിയും ബഹളവും ഞങ്ങൾ 3 പേരും കൂടി ഉണ്ടായിരുന്നു വന്നിട്ടുള്ളത്. അതിൻ്റെ പിറ്റേ ദിവസം വന്നിട്ട് ബാബുവാണിയും വിജയരാഘവനും അവിടെ എത്തുകയാണ്. ഐ മീൻ യെസ്, വിജയരാഘവൻ. അങ്ങനെ ഈ ഗ്യാങ്ങിലേക്ക് ഞങ്ങൾ ആകുകയാണ്. പിന്നെ ഞങ്ങൾ അതിനൊരു ആഘോഷമാക്കി മാറ്റി. കാരണം ഇതൊരു സുഹൃത്ബന്ധത്തിൻ്റെ കഥയാണ്. അതിൻ്റെ സീക്വൻസുകൾ അതുപോലെ തന്നെയാണ് ബിഗിനിങ്ങിൽ വെച്ചിരുന്നത്. അത്തരം സീനുകൾ വന്നിട്ടുള്ളതിനകത്ത് നിലയിലൂടെ തന്നെ ഞങ്ങൾ അറിയാതെ തന്നെ, കാരണം ഞങ്ങൾ ഓൾറെഡി ഫ്രണ്ട്സ് ആണല്ലോ, ഞങ്ങൾ അപരിചിതരല്ലല്ലോ. അപ്പോൾ അതെല്ലാം വന്നിട്ട് ഈ പടത്തിന് ഗുണം ചെയ്തിട്ടുണ്ട്.